ഔഷധ സസ്യങ്ങളിൽ പെടുന്ന തുളസി ലേബിയേറ്റെ കുടുംബത്തിൽപ്പെടുന്നതും ഒസിമം സാങ്ക്ടം എന്ന ശാസ്ത്രനാമത്താൽ അറിയപ്പെടുന്നതുമായിട്ടുള്ള ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ രസവീര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കടുതിക്ത രസപ്രധാനവും അതുപോലെ അവയുടെ പാചനത്തിന് ശേഷം അവ ഉഷ്ണവീര്യവുമായിട്ട് കാണപ്പെടുന്നു. വിഭാഗത്തിൽ കടുവിഭാഗം ആ ഔഷധ സസ്യം നാം വിവിധ പ്രകാരത്തിൽ ഉപയോഗപ്പെടുത്തുമ്പോൾ അതിന് ദഹനം സംഭവിച്ച് അതിൽ നിന്ന് അതിൻ്റെ ആഗിരണം ചെയ്യപ്പെടുന്ന ആ പ്രവൃത്തിയെ ചെയ്യുന്ന അംശമാകുന്നു വിഭാഗമെന്ന കടുവിഭാഗവുമായി തീരുന്നു. തുളസി തന്നെ കഷായങ്ങളായിട്ട് അവയുടെ വേരും തണ്ടും ഇലയും എല്ലാം കഴുകി ചതച്ച് കഷായ രൂപേണയും അതുപോലെ ലേഹ്യമായിട്ടും വിവിധ എണ്ണകളിൽ ചേർത്ത് എണ്ണകളായിട്ട് കാച്ചിയുമെല്ലാം അങ്ങനെ എല്ലാവിധ യോജനകളിലും തുളസിയെ സമൂലമായിട്ടും ഔഷധത്തിനായിട്ട് ഉപയോഗിക്കുന്നു. നട്ടുവളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു ചെടിയാണ് തുളസി. പ്രത്യേകിച്ചും കേരളത്തിലെ പ്രകൃതി സാഹചര്യങ്ങളിൽ എളുപ്പത്തിൽ ഇത് വളരും. ഇളവയിലും ഇളമഴയും എല്ലാം ചേർന്നുള്ള സമശീതോഷ്ണമായ ഈ കാലാവസ്ഥയാണ് തുളസി ചെടിക്ക് ഏറെ ഇണങ്ങുന്നത്. തുളസിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതെല്ലാം ഇരിക്കട്ടെ, ഇതിൻ്റെ ഒരില പറിച്ച് മണത്താൽ എത്ര നല്ല സുഗന്ധമാണതിന്. നമ്മളുടെ ഓരോ ജീവാണുവിലേക്കും, ശരീരത്തിൻ്റെ ഓരോ ജീവാണുവിലേക്കും അതിൻ്റെ സുഗന്ധം പടരുന്ന അറിയാൻ കഴിയും. തുളസിയുടെ ഇത്രയും നല്ലൊരു സുഗന്ധത്തിൻ്റെ കാര്യം എന്താണ്? അതിനുള്ളിൽ അടങ്ങിയിരിക്കുന്ന ചില രാസഘടകങ്ങളാണ് അതിൻ്റെ കാരണം. ബേസിൽ കാംഫർ എന്നു പേരുള്ള കർപ്പൂര സദൃശമായ ഒരു എസൻസാണ് തുളസിക്ക് ഹൃദ്യമായ ഈ സുഗന്ധം പകരുന്നത്. മനുഷ്യൻ്റെ മനോവിഷമങ്ങളെപ്പോലും നിമിഷനേരം കൊണ്ട് അലിയിച്ചു കളയാനുള്ള കഴിവുണ്ടത്രേ തുളസിയുടെ ഈ നറുമണത്തിന്. ശരീരത്തിലെ ഓരോ കോശങ്ങളെയും സജീവമാക്കി മനസ്സിന് ഊർജ്ജസ്വലത പകരുന്ന ഈ സുഗന്ധം തുളസിയുടെ മാത്രം സവിശേഷതയാണ്. തുളസി നീര് വെച്ചിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എല്ലാ വീടുകളിലും ഇപ്പോൾ തുളസി വെച്ച് പിടിപ്പിക്കാറുണ്ട്. മെഡിസിനൽ ഇഫക്റ്റാണ്, അതായത് വിഷാംശമൊക്കെ നീക്കി മുഖത്ത് എന്തെങ്കിലും അലർജിയോ അങ്ങനെ എന്തെങ്കിലും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ തുളസി നീരും തേനും അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് മുഖത്തൊരു ഫേസ് പാക്കായിട്ട് ഇടാം. ഡെയിലി നമുക്ക് ഇടാവുന്നതാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ വളരെ നല്ല ഒരു കൂളിംഗ് ഇഫക്റ്റ്, തണുപ്പ് നന്നായിട്ട് തോന്നിക്കും ഫേസിന്. ഇതിപ്പോൾ ഞാൻ തുളസി നല്ലപോലെ അരച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് ലൈം ജ്യൂസും കൂടെ ഞാൻ ആഡ് ചെയ്യുകയാണ്. ലൈം ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് ഇത് കുറച്ച് സാൻഡൽ പൗഡറാണ്. സാൻഡൽ പൗഡർ ഏത് സ്കിന്നിനും നമുക്ക് യോജിക്കും. ഏതൊരു ഫേസ് പാക്ക് ഇടുമ്പോൾ നമുക്കൊരു ബേസ് കിട്ടാൻ വേണ്ടി, കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് സാൻഡൽ പൗഡർ ഇടുന്നത്. ഇത് ഒരു സ്പൂണ് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ തുളസി നീരിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പം മുഖം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് ഒന്നുകിൽ നന്നായിട്ട് പയറുപൊടിയിട്ട് മുഖം കഴുകിയാലും മതി, ഇല്ലെന്ന് വരികിൽ എന്തെങ്കിലും ഫേസ് വാഷോ എന്തെങ്കിലും വെച്ച് മുഖം നന്നായിട്ട് തുടച്ചെടുത്തിട്ട് വേണം പാക്ക് ഇടാനായിട്ട്. ഓയിലി സ്കിന്ന് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആവി കൊണ്ടിട്ട് മുഖത്ത് ഈ പാക്ക് ഇട്ടാൽ വളരെ നന്നായിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്നുകൂടെ ഇപ്പോൾ ഫേസ് പാക്ക് എത്തിക്കുന്ന ആ മിക്സർ ഞാൻ ഒന്നുകൂടെ പറയാം. തുളസി നീര് അരച്ചത്, നാരങ്ങാ നീര്, സാൻഡൽവുഡ് പൗഡറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്താണ് നമ്മൾ മുഖത്തിട്ടിരിക്കുന്നത്. ഈ ഫേസ് പാക്ക് വളരെ നല്ലതാണ്. ഏത് ടൈപ്പ് ഓഫ് സ്കിന്നിനും വളരെ നല്ലതാണ്. ഓയിലി സ്കിന്നെന്നോ ഡ്രൈ സ്കിന്നെന്നോ അതിന് വ്യത്യാസമില്ല. പക്ഷേ ഏറ്റവും നല്ലത് അലർജി ആയിട്ടുള്ള സ്കിൻ, അതായത് ചെറിയ ചെറിയ കുരുക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊരു വലിയ വിഷാംശം ശരീരത്ത് പറ്റി അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. തണുത്ത വെള്ളത്തിൽ ഈ കഴുകി കളഞ്ഞാൽ മതി ഈ ഫേസ് പാക്ക്. തുളസി വിശിഷ്ട ഔഷധമാണ്. ഒരു വീടിൻ്റെ കിഴക്ക് ഭാഗത്ത് അത് നട്ടുപിടിപ്പിച്ചാൽ അവിടെ ക്ഷയരോഗം ഉണ്ടാവില്ല, മാത്രമല്ല ആസ്മാരോഗമില്ല. പനിക്ക് വലിയ സിദ്ധൌഷധം അത്. തുളസിയുടെ കഫരോഗം മുഴുവൻ പോകും. തുളസിക്ക് 8 പേരുണ്ട്. വൃന്ദാവനി, വിശ്വഭാവനി, വിശ്വപൂജിത,
നന്ദിനി പുഷ്പസാരാഖ്യ തുളസി കൃഷ്ണജീവനി. ഇതാണ് തുളസി. തുളസി കുറേ വിധത്തിലുണ്ട്, 10-12 വിധത്തിലുണ്ട്. കൃഷ്ണ തുളസിയാണ് ഏറ്റവും നല്ലത്. ആ കൃഷ്ണ തുളസി കൊണ്ട് നമ്മുടെ ആസ്മ രോഗം കംപ്ലീറ്റ് മാറ്റാം. തലവേദനയ്ക്കും നല്ലത്. തലവേദനയ്ക്ക് രക്തചന്ദ്രമായിട്ട് കൂട്ടി അരച്ചിട്ടാൽ തലവേദന മാറും. ഇങ്ങനെ പല ഗുണങ്ങളും തുളസിക്കുണ്ട്.